നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കടയും റേഷൻ സാധനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ വർഷങ്ങളായി തുടരുന്ന റേഷൻ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ് ഇനിയുള്ള കാലത്ത് റേഷൻ സമ്പ്രദായങ്ങളെല്ലാം. ആദ്യകാലങ്ങളിൽ ഓരോ ആഴ്ചയിൽ നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങി പിന്നീട് ഓരോ മാസത്തിലേക്ക് മാറുകയും അതിനുശേഷം BPL APL വ്യത്യാസത്തിൽ റേഷൻ സാധനങ്ങൾ ലഭിക്കുകയും അതിനുശേഷം 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകൾ ലഭിച്ചു. അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാമായി നമ്മൾ ഇത്രയും കാലം വാങ്ങിയിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ വരികയാണ്. അതെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള കാർഡുകളാണ് ഇപ്പോൾ കൂടുതലുമായി ഉള്ളത്. അതിൽ മഞ്ഞ കാർഡുള്ള ഓരോ കുടുംബത്തിനും 30 കിലോ ധാന്യങ്ങളാണ് ലഭിക്കുന്നത്. ചുവപ്പ് കാർഡുള്ള ആളുകൾക്ക് കുടുംബത്തിലൊരു അംഗത്തിനും 5 കിലോ അരിയും, നീല വെള്ള കാർഡുകൾക്ക് സ്റ്റോക്ക് അനുസരിച്ച് 2 കിലോ 1 കിലോ എന്ന രൂപത്തിലുമാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. ഇതിൽ മഞ്ഞ ചുവപ്പ് കാർഡുള്ള ആളുകൾക്ക് സബ്സിഡി ആയി സാധനങ്ങൾ ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് ചെറിയ രൂപത്തിലുള്ള സബ്സിഡി സാധനങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് നമ്മൾ വാങ്ങുന്ന സാധനത്തിന് സബ്സിഡി ചിലപ്പോൾ നമ്മുടെ കൈകളിൽ നേരിട്ടെത്താം. നമ്മുടെ അക്കൗണ്ടുകളിൽ പണം വരികയും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ റേഷൻ സമ്പ്രദായം വരുന്നത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിലും കേരള സർക്കാർ ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. കേരള സർക്കാർ ഇപ്പോൾ പറയുന്നത് റേഷൻ കടയിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അവിടുത്തെ പണിക്കാർ, റേഷൻ വാങ്ങുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്ന ഒരു മാർഗ്ഗമാണിത്. ഇങ്ങനൊരു കാര്യം വരുന്നതോടുകൂടി തന്നെ റേഷൻ കടകൾ ഇല്ലാതാവുകയും അവർക്ക് തൊഴിൽ നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ തന്നെ കേരളം ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഗ്യാസ് ഇതുപോലെ ലഭിച്ചിരുന്നത്. ആദ്യം സബ്സിഡിയിൽ ഗ്യാസ് ലഭിച്ചു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഗ്യാസിന് സബ്സിഡിയും ഇല്ല, പക്ഷേ ഗ്യാസിന് നമ്മൾ പൂർണ്ണമായി വില നൽകുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ആകുമോ എന്ന് നമുക്കിത് കണ്ടറിയാം. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. പുതിയ ആളുകളെ ചേർക്കൽ, നിലവിലുള്ള ആളുകളെ പേര് വെട്ടിമാറ്റി വേറെ കാർഡിലേക്ക് മാറ്റൽ, മരണപ്പെട്ടു പോയ ആളുടെ പേരുകൾ മാറ്റൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചുവപ്പ് റേഷൻ കാർഡിലുള്ള അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിലുള്ള ആളുകൾ, അതിൽ മരണപ്പെട്ടു പോയ ആളുടെ പേരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കുക. അല്ലാതെ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും അതിനനുസരിച്ച് പണം നമ്മൾ നൽകേണ്ടി വരും. അതുപോലെ തന്നെ ചുവപ്പ് കാർഡിന് അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ചുവപ്പ് കാർഡ് കൈവശം വെക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയുന്നത്. സ്വന്തമായി വാഹനമുള്ള ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുള്ള കാർഡുകൾ, ഇങ്ങനെയുള്ള കാർഡുകളെല്ലാം അവർ നേരിട്ട് കണ്ടെത്തി വെള്ളയിലേക്ക് മാറുകയും ചെയ്യും. അതിനോട് കൂടി വലിയ രൂപത്തിൽ ഫൈൻ അടക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചുവപ്പിൽ നിന്നും വെള്ളയിലേക്ക് മാറുക, പേര് വെട്ടിമാറ്റുക, ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.